ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. രാമകഥ രസവാഹിനി ഭാഗം 18, അധ്യായം 18, പാതുക പട്ടാഭിഷേകം. പ്രശ്നോത്തരിയും തത്വങ്ങളും. പാതുക പട്ടാഭിഷേകം. പ്രശ്നോത്തരി. ഭരതനും അയോധ്യാവാസികളും എത്ര ദിവസങ്ങൾ രാമസമീപത്തിൽ കഴിഞ്ഞു? 5 ദിവസങ്ങൾ. 14 വത്സരക്കാലം രാമന് സേവനം ചെയ്തുകൊണ്ട് അയോധ്യയിൽ വസിക്കും, അങ്ങയുടെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചിരിക്കും എന്ന് ഭരതൻ പറഞ്ഞതിനെ പ്രജകൾ സ്വീകരിച്ചതെങ്ങനെ? വെള്ളം ചേർത്ത പാലിൽ നിന്നും പാൽ മാത്രം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ദിവ്യഹംസത്തെ പോലെ അസത്യത്തിൽ നിന്നും സത്യത്തെ മാത്രം വേർതിരിച്ച് പ്രകാശിപ്പിച്ചിരിക്കുന്നു ഭരതൻ എന്ന്. രാമന്റെ പ്രതിനിധിയായി എന്താണ് സ്വീകരിച്ചത്? രാമന്റെ മെതിയടികൾ. ഭരതശത്രുഘ്നന്മാർ ഭാഗ്യവാന്മാരാണെന്ന് ലക്ഷ്മണൻ പറഞ്ഞത് എന്തുകൊണ്ട്? രാമപാതുകകൾ സർവ്വവിധ ശുഭങ്ങളുടെയും ഉറവിടമാണ്, അതുകൊണ്ട് അവർ വളരെ ഭാഗ്യവാന്മാരാണെന്ന് ലക്ഷ്മണൻ പറഞ്ഞു. അയോധ്യയിൽ മടങ്ങിയെത്തിയ ഭരതൻ എന്തു ചെയ്തു? ഭരതൻ അയോധ്യാനിവാസികളുടെ ഒരു വലിയ സഭ വിളിച്ചുകൂട്ടി. രാമന്റെ അസാന്നിധ്യത്തിൽ രാമന്റെ മെതിയടികളെ 14 വത്സരവും ആദരിക്കണമെന്നും ആരാധിക്കണമെന്നും അവരോട് അഭ്യർത്ഥിച്ചു. കുലഗുരുവിനെയും മന്ത്രിമാരെയും ഭരണപരമായ അവരുടെ കൃത്യങ്ങൾ ഏൽപ്പിച്ചു. രാജമാതാക്കളുടെ സംരക്ഷണ ചുമതല ശത്രുഘ്നനെ ഏൽപ്പിച്ചു. രാമനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുക. ഭരതൻ പാതുക പ്രതിഷ്ഠ ചെയ്തതെങ്ങനെ? ശുഭമുഹൂർത്തത്തിൽ കുലഗുരു, മന്ത്രിമാർ, ബ്രാഹ്മണന്മാർ, രാജമാതാക്കൾ തുടങ്ങിയ അയോധ്യയിലെ പൗരാവലിയുടെ സാന്നിധ്യത്തിൽ തൻ്റെ ശിരസിൽ വഹിച്ചുകൊണ്ടുവന്ന മെതിയടികളെ, രാമപാതുകങ്ങളെ സിംഹാസനത്തിൽ ഭക്ത്യാദരങ്ങളോടുകൂടി സ്ഥാപിച്ചു. തൻ്റെ എല്ലാ കർമ്മങ്ങളും പാതുകങ്ങളിൽ സമർപ്പിച്ചു. പാതുക പ്രതിഷ്ഠയ്ക്ക് ശേഷം ഭരതൻ എന്തു ചെയ്തു? അയോധ്യയിലെ സുഖഭോഗ സമൃദ്ധമായ ജീവിതം ത്യജിച്ചു. നന്ദിഗ്രാമത്തിലെ പർണശാലയിൽ ജടാധാരിയായി മരവുരി ധരിച്ച് ഭൂമിയിൽ പ്രത്യേകമായി കുഴിച്ചുണ്ടാക്കിയ ഗുഹയിൽ താമസിച്ചു. വനവാസികളായ താപസന്മാരെ പോലെ ഭക്ഷണം കഴിച്ചു. ഭരതന്റെ ചിന്ത, വാക്ക്, പ്രവൃത്തികൾ എന്നിവ ആത്മനിയന്ത്രണം കൊണ്ടും ആധ്യാത്മികമായും ഉജ്ജ്വലമായിരുന്നു. ഭരതൻ അനുഷ്ഠിച്ച മറ്റൊരു വ്രതം എന്താണ്? രാമൻ വനവാസം കഴിഞ്ഞ് മടങ്ങി വരുന്നതുവരെ യാതൊരാളുടെയും മുഖത്ത് നോക്കുകയില്ല എന്ന കഠിനവ്രതം. അയോധ്യ രാജ്യത്തിലെ ജീവിതം ആരൊക്കെയാണ് കാംക്ഷിച്ചിരുന്നത്? സ്വർഗാധിപതിയായ ഇന്ദ്രനും ധനപതിയായ കുബേരനും അയോധ്യയിലെ ഐശ്വര്യസമൃദ്ധമായ ജീവിതം കാംക്ഷിച്ചിരുന്നു. പാതുക പട്ടാഭിഷേകം. തത്വങ്ങൾ. ശ്രീരാമന്റെ നിശ്ചയത്തെ അംഗീകരിച്ചുകൊണ്ട് തനിക്ക് ഈ വിരഹം താങ്ങുവാനുള്ള ശക്തിയും ധൈര്യവും മാർഗദർശനവും നൽകണമെന്ന് അപേക്ഷിക്കുന്ന ഭരതന്റെ വിനയവും സത്യനിഷ്ഠയും അനുപമമാണ്. പിതാവിൻ്റെ ആജ്ഞകൾ പാലിക്കുന്ന പുത്രന്മാർക്ക് അനശ്വരമായ യശസ്സുണ്ടാകുമെന്നാണ് വേദങ്ങൾ പ്രഖ്യാപിക്കുന്നത്. കുലഗുരു വസിഷ്ഠൻ്റെയും ജനക മഹാരാജാവിൻ്റെയും മറ്റു ഗുരുഭൂതരുടെയും ഉപദേശങ്ങൾ അനുസരിച്ച് രാജ്യം ഭരിക്കുക. നീതിനിഷ്ഠവും ആർജവവും ആദർശങ്ങളായി സ്വീകരിക്കുക. ജനങ്ങളുടെയും രാഷ്ട്രത്തിൻ്റെയും സൂക്ഷിപ്പുകാരൻ രാജാവാണെന്ന് ഓർമ്മിക്കുക എന്ന് ശ്രീരാമൻ ഭരതനെ ഉപദേശിക്കുന്നു. ഭരതൻ്റെ ഹൃദയ വൈവശ്യം കണ്ട രാമൻ കരുണാർദ്രനായി തൻ്റെ മെതിയടികൾ ഊരി ഭരതന് നൽകുന്നു. അത്യധികമായ ആനന്ദത്തോടെ അവ സ്വീകരിച്ച് ഭരതൻ അവയെ തൻ്റെ ശിരസിൽ വയ്ക്കുന്നു. മാനവരാശിയുടെ രക്ഷിതാക്കളും രാമൻ്റെ ഭാതൃസ്നേഹമാകുന്ന അമൂല്യ നിധികളും സീതാരാമന്മാരുടെ പ്രതീകങ്ങളുമാണ് ഈ മെതിയടികൾ എന്ന് ഭരതൻ പ്രഖ്യാപിക്കുന്നു. സഹോദരന്മാർ 4 പേരും പരസ്പരം ആലിംഗനം ചെയ്യുന്നു. അത്യപൂർവമായ സഹോദര സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഈ സഹോദരങ്ങൾ ലോകത്തിന് നൽകിയത്. ലോക ചരിത്രത്തിൽ ഈ വിധത്തിലൊരു ഭ്രാതൃസ്നേഹം കാണുവാനാകില്ല. ഭരതശത്രുഘ്നന്മാർ, ലക്ഷ്മണൻ, സീതാദേവി, ജനക മഹാരാജാവ് തുടങ്ങി എല്ലാവരോടും യാത്ര പറയുന്നു. അമ്മമാരോട് യാത്ര പറയുമ്പോൾ 14 വർഷങ്ങൾ 14 നിമിഷം പോലെ കഴിഞ്ഞു പോകുമെന്നും അപ്പോൾ തങ്ങൾ അയോധ്യയിൽ മടങ്ങിയെത്തുമെന്നും പറഞ്ഞ് രാമൻ അവർക്ക് ധൈര്യം പകരുന്നു. സൗഹൃദം, കരുണ, അനുകൂല ഭാവം, ഗാംഭീര്യം എന്നിവയ്ക്ക് മാതൃകയാണ് രാമൻ.
കൈകേയിക്ക് നാടുകടത്തലിലൊരു പങ്കുമില്ലെന്നും അവരോട് തങ്ങൾക്ക് ആദരവും ആരാധനയും ഉണ്ടെന്നും പറഞ്ഞ് രാമൻ പശ്ചാത്താപ വിവശയും ലജ്ജിതയുമായ അവരെ ആശ്വസിപ്പിക്കുന്നു. നിരാശ കൊണ്ട് ക്രോധാവേശനായ ഭരതനോട് ക്ഷമിക്കണമെന്നും രാമൻ കൈകേയിയോട് പറയുന്നു. പിൻവലിക്കാനോ തള്ളിക്കളയാനോ മാറ്റുവാനോ സാധിക്കാത്ത ഭൂതകാല സംഭവങ്ങളെക്കുറിച്ച് വിലപിക്കുന്നതിൽ അർത്ഥമില്ലെന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു. ഓരോ രഥവും കടന്നു പോകുമ്പോൾ കൈകൂപ്പി യാത്രാമൊഴി ചൊല്ലുന്ന രാമലക്ഷ്മണന്മാരുടെയും സീതയുടെയും ഹൃദയാവർജകമായ വാങ്മയ ചിത്രമാണ് ഭഗവാൻ ബാബ നമുക്ക് നൽകുന്നത്. നിഷാദനായ ഗുഹനെ സഹോദരതുല്യം മാറോട് ചേർത്ത് ആശ്ലേഷിക്കുന്ന രാമൻ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നതിൻ്റെ ഉത്തമ മാതൃകയാണ്. ധീരമായ തീരുമാനങ്ങളും ഭർതൃഭക്തിയുമുള്ള ഒരു മകൾ കുടുംബത്തിനും വംശത്തിനു തന്നെയും കീർത്തി ഉണ്ടാക്കുന്നുവെന്ന സന്ദേശം സീതയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. രാമായണത്തിലെ ഓരോ കഥാപാത്രവും എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്ന മഹത്തായ മാതൃകയാണ് നൽകുന്നത്. ശ്രീരാമന്റെ സന്നിധിയിൽ നിന്നും മടങ്ങുന്ന അയോധ്യാവാസികളെ മുഴുവനും ഗംഗാനദി കടത്തുന്നതിനും മറുകരയിലെത്തി അവർക്ക് ഭക്ഷണം നൽകുന്നതിനും വേണ്ട എല്ലാ ഏർപ്പാടുകളും ഗുഹൻ ചെയ്തിരുന്നു. രാമന്റെ അസാന്നിധ്യത്തിലും രാമസേവ ചെയ്യുന്ന ഗുഹനെയാണ് നാം ഇവിടെ കാണുന്നത്. ഭക്ഷണത്തിനോ വിശ്രമത്തിനോ ഉള്ള ആഗ്രഹവും അവർക്കുണ്ടായിരുന്നില്ല. വിരഹദുഃഖം അത്രമേൽ തീവ്രമായിരുന്നു. രാമപാദുകങ്ങൾ അയോധ്യയിൽ കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് കാട്ടിക്കൊടുത്ത് അവർക്ക് ആശ്വാസം നൽകുവാൻ അവർ വ്യഗ്രത കാണിച്ചത്. ഭരതൻ ബ്രാഹ്മണർ, പണ്ഡിതന്മാർ, ആചാര്യന്മാർ, പൗരപ്രമുഖർ എന്നിവരുടെ സഭ വിളിച്ചുകൂട്ടിയിട്ട് വനത്തിലുണ്ടായ എല്ലാ സംഭവങ്ങളും അവർക്ക് വിവരിച്ചു കൊടുത്തു. ഒരു രാജ്യത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഒരു കുടുംബം പോലെ കഴിയുന്നതാണ് നാം ഇവിടെ കാണുന്നത്. രാജാവിൻ്റെ കരുതലും പ്രജാവാത്സല്യവും മാതൃകാപരമാണ്. രാമൻ്റെ അസാന്നിധ്യത്തിൽ 14 വർഷവും രാമൻ്റെ സാന്നിധ്യമെന്ന പോലെ അദ്ദേഹത്തിൻ്റെ മെതിയടികളെ ആരാധിക്കുകയും ആദരിക്കുകയും വേണമെന്ന് ഭരതൻ പ്രഖ്യാപിച്ചു. ഒരു ശുഭമുഹൂർത്തത്തിൽ മെതിയടിയിൽ ശിരസിൽ വഹിച്ചുകൊണ്ട് ഘോഷയാത്രയായി സിംഹാസനത്തിന് സമീപം എത്തുകയും എല്ലാവരുടെയും അനുമതിയോടുകൂടി ഭക്ത്യാദരപൂർവ്വം അവയെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ലോക ചരിത്രത്തിൽ ഉണ്ടാകാത്തതും ഇനി ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതുമായ ഒരു അപൂർവ നിമിഷമായിരുന്നു അത്. രാജസിംഹാസനത്തിലിരിക്കുന്ന പാതുകളുടെ പ്രതിനിധിയായി രാജ്യം ഭരിക്കുന്ന ഏക രാജാവും ഭരതൻ മാത്രം. അതിനുശേഷം ധർമ്മമൂർത്തിയും വീരനും ത്യാഗിയുമായ ഭരതൻ നന്ദിഗ്രാമത്തിൽ പർണശാലയുണ്ടാക്കി രാമലക്ഷ്മണന്മാരെ പോലെ ജടാവൽക്കലധാരിയായി തപസ്വിയെപ്പോലെ നീണ്ട 14 സംവത്സരങ്ങൾ കഴിഞ്ഞു. കയ്യെത്തുന്ന ദൂരത്തുള്ള ദേവന്മാർ പോലും അസൂയപ്പെട്ടിരുന്ന അയോധ്യയിലെ സുഖജീവിതം ഭരതൻ ഉപേക്ഷിച്ചു. മാത്രവുമല്ല, രാമൻ തിരികെ വരുന്നതുവരെ ഒരാളുടെ മുഖത്ത് നോക്കുകയില്ല എന്ന ഒരു അത്യപൂർവവും കഠിനവുമായ ഒരു വ്രതം കൂടി ഭരതൻ സ്വീകരിച്ചു. രാമനിൽ മാത്രം ഉറപ്പിച്ചിരുന്ന ഭരത മനസ്സ് ദിവസങ്ങൾ എണ്ണി 14 വർഷങ്ങൾ ജീവിച്ചു. ഭരതൻ ആത്മീയ ജ്യോതിസ്സുകൊണ്ട് വെട്ടിത്തിളങ്ങി. ജയ് സായിരാം.